ധർമ്മസ്ഥലയിൽ വമ്പൻ ട്വിസ്റ്റ്. ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനലിൽ ഈ ധർമ്മസ്ഥല വിവാദം ഉണ്ടായപ്പോൾ തന്നെ സമഗ്രമായി ഒരു വലിയ വീഡിയോ തന്നെ, ഒരു അനാലിസിസ് തന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് നടത്തിയിരുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ അക്ഷരം തെറ്റാതെ, വള്ളിപുള്ളി തെറ്റാതെ ഇപ്പോൾ സത്യമായി തീർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകരെ ആദ്യം തന്നെ അറിയിക്കാനുള്ളത്. പ്രേക്ഷകർക്കും ആ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ ആ പഴയ വീഡിയോ കാണാവുന്നതാണ്. അതിൽ പറയുന്ന ഓരോ പോയിന്റുകളും, എന്തുകൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ വന്നത് എന്ന് പറയുന്ന ഓരോ പോയിന്റുകളടക്കം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. അതിലെ മുഖ്യപ്രതിയായി വ്യാജ മൊഴി നൽകിയ ആ വ്യക്തി CN ചിന്നയ്യ എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോലീസിനെയും നാട്ടുകാരെയും ജനങ്ങളെയും ഒക്കെ വട്ടം ചുറ്റിച്ച ഒരു വലിയ ക്രിമിനലാണ് ചിന്നയ്യ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ ദിവസം തന്നെ ചിന്നയ്യ പറഞ്ഞിരുന്നു തന്നെ നിർബന്ധിച്ചാണ് തനിക്ക് ഈ മൊഴി നൽകേണ്ടി വന്നതെന്ന്. ഏതായാലും 1000-ഉം 2000-ഉം ഒക്കെ മൃതദേഹങ്ങൾ ധർമ്മസ്ഥല എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ പരിസരത്ത് കുഴിച്ചിട്ടു എന്ന് പറയുന്ന മാധ്യമങ്ങളൊന്നും ഈ വാർത്ത നൽകിയതായി കാണുന്നില്ല. മറ്റൊന്ന്, അവിടെ വലിയ മുറവിളി കൂട്ടിയ ഒരു വലിയ വിഭാഗം ഈ നാട്ടിലുണ്ടായിരുന്നു. അവരെല്ലാം കാതു തുറന്ന് കേൾക്കണം, മൊഴി നൽകിയ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ടായിരുന്നു. ഈ സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീ തൻ്റെ മകൾ അനന്യ ഭട്ടിനെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് കാണാതായെന്ന് പറഞ്ഞ് ഒരു വലിയ പരാതിയും ആവലാതികളുമായി ചാനലുകൾക്ക് മുമ്പിൽ നിറഞ്ഞു നിന്നിരുന്നു. മനാഫ് എന്ന് പറയുന്ന ഒരു ലോറി ഓണർ ഈ സുജാത ഭട്ട് തൻ്റെ കസ്റ്റഡിയിൽ സുരക്ഷിതയാണെന്നും അവരുടെ മകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ചാനലൊക്കെ കയറി ഇറങ്ങുകയും വലിയ വാർത്താ സമ്മേളനം വിളിക്കുകയും വലിയ ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ സുജാത ഭട്ട് തുറന്നു പറഞ്ഞിരിക്കുന്നു, തനിക്ക് അങ്ങനെ ഒരു മകളില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. തന്നെ മലയാളികളായ ജയൻ ടി, ഗിരീഷ് മട്ടന്നവർ എന്ന് പറയുന്ന 2 പേരാണ് ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞ് സമീപിച്ചത്. തനിക്ക് ആ ക്ഷേത്രത്തോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. കാരണം തൻ്റെ കുടുംബ സ്വത്ത് നൽകിയപ്പോൾ അത് ക്ഷേത്രത്തിന് നൽകിയിരുന്നു. അതിൽ തനിക്ക് വിരോധമുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, ചില ഈ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും കർണാടകത്തിലുമുള്ള കുടുംബങ്ങളൊക്കെ അവിടെ ഈ സ്വത്ത് വീതം വെക്കുമ്പോൾ അതിലൊരു ഭാഗം ക്ഷേത്രത്തിനും മറ്റുമൊക്കെ വിട്ടു നൽകുന്നത് കേരളത്തിൽ പോലും മുമ്പ് ഉണ്ടായിരുന്നതാണ്. അത്തരത്തിൽ കുടുംബ സ്വത്ത് വീതം ചെയ്തപ്പോൾ അതിലൊരു ഭാഗം കുടുംബകാരണവർ തന്നെ ക്ഷേത്രത്തിന് വിട്ടു നൽകിയിരുന്നു. ഇതിൽ തനിക്ക് വലിയ ദേഷ്യമുണ്ടായിരുന്നു. ഈ ദേഷ്യം മുതലെടുത്തുകൊണ്ടാണ് മലയാളിയായ ജയൻ ടിയും ഗിരീഷ് മട്ടന്നവരും തന്നെ സമീപിച്ചത്. അവർ പറഞ്ഞതനുസരിച്ചിട്ടാണ് താൻ ഈ മൊഴി നൽകിയത്. തനിക്ക് അങ്ങനെ ഒരു മകളില്ല എന്നാണ്. ഇന്ന് പോലീസ് ഈ പറയുന്ന സുജാത ഭട്ടിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് താൻ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്നാണ്. രാജ്യത്ത് കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചവരൊക്കെ തന്നെ അകത്തു പോകും. ഇപ്പോഴേതായാലും മൊഴി നൽകിയ ആൾ അകത്തായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഇതിന് പിന്നിൽ കളിച്ച റിയൽ എസ്റ്റേറ്റ് മാഫിയ തലവൻ പിടിയിലായിരിക്കുന്നു. ഇപ്പോൾ സ്വാഭാവികമായി തന്നെ സുജാത ഭട്ടും അറസ്റ്റിലാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം വ്യാജ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് മതപരമായ സ്പർദ്ധയും കലാപവും ഉണ്ടാക്കാനായി ഈ വ്യാജ ആരോപണങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഏതായാലും വലിയ രീതിയിൽ തന്നെ കാളപെറ്റു എന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ കയറെടുത്ത മാധ്യമങ്ങളും ഒപ്പം തന്നെ ഉറഞ്ഞു തുള്ളിയവരുമൊക്കെ ഈ വാർത്ത കാതു തുറന്ന് കേൾക്കണം. തുടക്കത്തിലെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതെങ്ങും എത്തില്ല എന്ന്. മാത്രവുമല്ല, ഇതൊരു ഊതിപ്പെരുപ്പിച്ച സിനിമാ കഥയെ വെല്ലുന്ന കഥയാണെന്ന്. കാരണം ഒരിക്കലും ഒരു മനുഷ്യനും വിശ്വസിക്കാൻ വയ്യാത്ത കാര്യങ്ങളായിരുന്നു തുടക്കം മുതലേ ഈ പറയുന്ന മൊഴി നൽകിയ ആൾ പറയുന്നത്. ഒരു മനുഷ്യന് കുഴിക്കാവുന്ന ഒരു അളവുണ്ട്, അതിൽ തന്നെ 100 കണക്കിന് മൃതദേഹം താൻ മറവ് ചെയ്തു എന്ന് പറയുന്നു. JCB വന്ന് 2.5 അടി താഴ്ച എന്ന് അയാൾ പറഞ്ഞിടത്ത് നിന്ന് 10.5 അടി താഴ്ച വരെ കുഴിച്ചിരുന്നു. അവിടെ മുഴുവൻ കുഴിച്ചു മറിച്ച് ഇളക്കി മറിച്ചു. മാധ്യമങ്ങളെല്ലാം കണ്ടതാണ്. അവിടെ നിന്ന് ആകെ കിട്ടിയത് ഒരു ചെറിയ അസ്ഥിയുടെ ഭാഗമായിരുന്നു. അത് 1.5 വർഷം മുമ്പ് മറവ് ചെയ്ത ഒരു യുവാവിൻ്റെ അതായിരുന്നു എന്നുകൂടി പുറത്തു വരുന്നു. ഏതായാലും ഈ വാർത്ത ചമച്ചൊരു ക്ഷേത്രത്തെയും സംസ്കാരത്തെയും തകർക്കാൻ ഇറങ്ങിയവരെല്ലാം തന്നെ ഇതിൽപ്പെട്ടു. നിർവാജ്യം ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ് ആ കമന്റ് ചെയ്തവരെല്ലാം തന്നെ. അന്ന് പലരും ആ ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് വളരെ മോശം കമന്റ് ചെയ്തവരൊക്കെ ഉണ്ട്. അന്നവർ പറഞ്ഞത്, നിങ്ങൾ ആർക്കോ വേണ്ടി കുഴലൂത്ത് നടത്തുന്നു, ആർക്കും വേണ്ടി കുഴലൂത്ത് നടത്തുന്നില്ല, സത്യം സത്യമായി തെളിയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഏതായാലും കുറഞ്ഞ പക്ഷം അവർ അവരുടെ തെറ്റ് തിരുത്താനെങ്കിലും മനസ്സിലെങ്കിലും തെറ്റ് തിരുത്താൻ തയ്യാറാവുകയും വേണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.